അപ്പോ സ്മാർട്ട് കോൺട്രാക്ട് ആണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോ ഈ പറഞ്ഞ ഈ കോൺട്രാക്ട് ഒരു എത്തേറിയം ബ്ലോക്ക് ചെയിൻ യൂഷ്വലി യൂസ് ചെയ്യുന്ന എത്തേറിയം ബ്ലോക്ക് ചെയിൻ, പക്ഷേ ഒരു ബ്ലോക്ക് ചെയിൻ്റെ ഉള്ളിൽ എഴുതിയിട്ട്, അതായത് ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞു. സപ്പോസ് എന്റെ കയ്യിൽ 70 രൂപയുണ്ട്. ഓക്കെ, ഹലോ, എയുടെ കയ്യിൽ 70 രൂപയുണ്ട്. ഒരു അമേരിക്കൻകാരൻ, ഓക്കെ, ഒരു അമേരിക്ക പറയും ഇതാരാണെന്ന് അറിയില്ല. ഓക്കെ, ഇതാരാണോ എന്താണെന്ന് അറിയില്ല. ആ ഒരു വ്യക്തിക്ക് അവന്റെ കയ്യിൽ $1 ഉണ്ട്. ഈ അമേരിക്കൻകാരൻ പറഞ്ഞു എനിക്ക് ആര് 70 രൂപ തരുന്നു അവന് ഞാൻ $1 കൊടുക്കാന്ന് പറയും. ഓക്കെ, എന്റെ ക്വസ്റ്റ്യൻ മനസ്സിലായില്ല. അതായത് ഒരു അമേരിക്കക്കാരനുണ്ട്, അമേരിക്കക്കാരന് $1 ഉണ്ട്. അപ്പോ $1 എന്റെ കയ്യിൽ 70 രൂപയുണ്ട്. ഈ അമേരിക്കക്കാരൻ പറയുന്നു ആരെനിക്ക് 70 രൂപ തരുന്നു അവൻക്ക് ഞാൻ $1 കൊടുക്കാന്ന് പറയും. ഇപ്പോ $1 വാല്യൂ എത്രയാണ്? 78 പോട്ടെ, നമ്മളൊരു 75 കൂട്ടും. 75 കറന്റ് റേറ്റ് എന്ന് വിചാരിച്ചോളൂ. ഓക്കെ, 75 കറന്റ് റേറ്റ്. അപ്പോ ഇയാൾ പറയുന്നു എനിക്കിത് 70 രൂപ, അത് ഈ അമേരിക്കക്കാരൻ പറയുന്നു 70 രൂപ എനിക്ക് തന്നാൽ ഞാൻ നിങ്ങൾക്ക് $1 തരാമെന്ന് പറയും. ഓക്കെ, ഈ സൈഡിലുള്ളത് ഞാനാട്ടോ. അപ്പോ എനിക്കിത് ലാഭമുള്ള കച്ചവടമാണോ? അല്ല, ലാഭമുള്ള കച്ചവടമാണ്. ഓക്കെ, പക്ഷെ എനിക്കൊരു കാര്യം ഓർക്കണം, എനിക്ക് ഈ അമേരിക്കക്കാരനെ അറിയില്ല. ഇയാൾ ആരാണോ എന്താണോ ഒന്നും എനിക്കറിയില്ല. ഇയാൾ ജസ്റ്റ് ഒരു ടെലഗ്രാമിലൂടെ മെസ്സേജ് അയച്ചാന്ന് വിചാരിച്ചോളൂ. ഓക്കെ, ടെലഗ്രാമിലൂടെ മെസ്സേജ് അയച്ചാണ്. അപ്പൊ എനിക്ക് $1 ആവശ്യമില്ല, എനിക്ക് $1 ആവശ്യമുള്ളത് കൊണ്ടല്ല, പക്ഷെ $70 രൂപക്ക് കിട്ടുന്നോണ്ട് വിചാരിച്ചുകൊണ്ടാണ് എനിക്ക് വാങ്ങണത് പറഞ്ഞത്. കാരണം എനിക്കത് 70 രൂപയ്ക്ക് വാങ്ങിയിട്ട് 75 രൂപയ്ക്ക് വിൽക്കാൻ പറ്റും. ഓക്കെ, അപ്പോ ഇതാണ് ഇവിടുത്തെ ട്രാൻസാക്ഷൻ. അപ്പോ അമേരിക്കക്കാരൻ പറയുന്നു എനിക്ക് നീ ആദ്യം 70 രൂപ അയച്ചെന്നാലേ ഞാൻ $1 അയച്ചോളൂ എന്ന് പറയും. ഇവിടെ നിങ്ങൾ അയച്ചു കൊടുക്കും? നിങ്ങൾ ആരെങ്കിലും അയച്ചു കൊടുക്കും? അതായത് ഒരു കാര്യം മനസ്സിലാക്കണം, ഈ അമേരിക്കക്കാരനെ ഞാൻ കണ്ടിട്ടില്ല, എനിക്ക് പരിചയമില്ല, ആരാന്ന് പോലും എനിക്കറിയില്ല. അവന്റെ കയ്യിൽ $1 ഉണ്ടെന്ന് പറയുന്നു, അതും എനിക്ക് ഉറപ്പില്ല. ഓക്കെ, അപ്പൊ നിങ്ങൾ ഈ അമേരിക്കക്കാരന് 70 രൂപ അയച്ചു കൊടുക്കും? നിങ്ങളെന്താ പറയാ? എനിക്ക് അത് നിങ്ങൾ $1 അയച്ചു തന്നാലേ ഞാൻ 70 രൂപ അയച്ചോളൂ എന്ന് പറയും. അതല്ലേ നിങ്ങൾ പറയാ? അപ്പോ ആദ്യം ട്രാൻസാക്ഷൻ ആര് ചെയ്യും? അത് ഏറ്റവും വലിയൊരു ഡൗട്ട് അല്ലേ? രണ്ടുപേർക്ക് ആവശ്യങ്ങളുണ്ട്, പക്ഷെ ആദ്യം ആ ട്രാൻസാക്ഷൻ ചെയ്യുന്നുള്ള ഏറ്റവും വലിയൊരു ഡൗട്ടാണ്. പിയർ ടു പിയർ ട്രാൻസാക്ഷൻ. ഓക്കെ, ഇത് ആരാണെന്ന് നമുക്ക് രണ്ടുപേരും അനോണിമസ് ആണ്, കാരണം ആരാണെന്ന് തമ്മിൽ ആർക്കറിയില്ല. ഇവിടെയാണ് സ്മാർട്ട് കോൺട്രാക്ടിന്റെ ഏറ്റവും വലിയ യൂസ് കേസ് വരുന്നത്. ഓക്കെ, ഈ ഒരു സ്മാർട്ട് കോൺട്രാക്ട്, ഒരു കോൺട്രാക്ട് ബ്ലോക്ക് ചെയിനിൽ എഴുതപ്പെടും. അതായത് ആ കോൺട്രാക്ട്, അതിന്റെ ഒരു രീതി ഞാൻ പറഞ്ഞുതരാം. ആ കോൺട്രാക്ട് ഇങ്ങനെ ആയിരിക്കും. ഈ കോൺട്രാക്ടിന്റെ അഡ്രസ് ഉണ്ടായിരിക്കും. അതായത് ഈ ബ്ലോക്ക് ചെയിനിൽ എന്ത് എഴുതുമ്പോൾ അതിനൊരു അഡ്രസ് ഉണ്ടായിരിക്കും. ഓക്കെ, അത് മനസ്സിലാക്കണം. ബ്ലോക്ക് ചെയിനിൽ എന്ത് കോൺട്രാക്ട് എഴുതുമ്പോഴും അതിന് നമ്മളൊരു അക്കൗണ്ട് നമ്പർ എന്ന പോലെ തന്നെ ഓരോ യൂണീക്ക് ID ഉണ്ടായിരിക്കും. ഓക്കെ, നമ്മളെ യൂസർ നെയിം ഒക്കെ യൂണീക്ക് അല്ലേ? നമ്മളെല്ലാവരും യൂസർ നെയിം യൂണീക്ക് ആയിരിക്കില്ല എന്തിലായിരുന്നെങ്കിലും. അതുപോലെ ഈ എന്ത് സ്മാർട്ട് കോൺട്രാക്ട് നമ്മളൊരു നെറ്റ്വർക്ക് ഉണ്ടാക്കി കഴിഞ്ഞാലും അതിന് ഓരോരോ ID ഉണ്ടായിരിക്കും. കുറെ നമ്പർ ആയിട്ട് അതൊരു അക്കൗണ്ട് നമ്പർ ആയി കൂട്ടുക. അതായത് ഈ കോൺട്രാക്റ്റിൽ എഴുതപ്പെടുന്നത് ഇങ്ങനെയാണ്. ഈ കോൺട്രാക്റ്റിലെ അഡ്രസ്സിലോട്ട് ആരെങ്കിലും $1 അയച്ചു കഴിഞ്ഞാൽ തിരിച്ച് ഇവിടുന്ന് ഞാൻ അയക്കുന്ന ഇതിലോട്ട് 70 റുപ്പീസും വേറൊരുത്തന്നെ അയച്ചു കഴിഞ്ഞാൽ, അതായത് ഒരാള് $1 അയച്ചു, മറ്റൊരാള് 70 രൂപയും അയച്ചു കഴിഞ്ഞാൽ ഈ $1 അയച്ചവന് ഓട്ടോമാറ്റിക് ആയിട്ട് ഈ 70 റുപ്പീസ് സെൻഡ് ചെയ്ത് കൊടുക്കുക. മറിച്ച് ഈ 70 രൂപ അയച്ചവന് ഈ $1 സെൻഡ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെയാണ് ഒരു അഗ്രിമെന്റ് ചെയ്ത് വെക്കുന്നത്. പറഞ്ഞ മനസ്സിലായോ? കുറച്ച് ഡൗട്ട് ഉണ്ടായിരിക്കും, ഒന്നുകൂടി ക്ലാരിഫൈ ചെയ്ത് തരാം. അതായത് ഓക്കെ, ആ കോൺട്രാക്റ്റിൽ എഴുതപ്പെടുന്നത് ഇങ്ങനെയാണ്. ആ കോൺട്രാക്ട് ഒരു പ്രോഗ്രാം ആയിട്ട് കൂടെ. സാധാരണ നമ്മൾ പ്രോഗ്രാം ഇങ്ങനെ എഴുതല്, ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാം ഇങ്ങനെയൊക്കെ തന്നെ എഴുതല്. അതായത് ഇഫ് എൽസ് അങ്ങനെ ഒരു പ്രോഗ്രാം എഴുതാം സാധാരണ.
അപ്പൊ ഇഫ് ഇങ്ങനെ സംഭവിച്ചാൽ ഇങ്ങനെ ചെയ്യൂ എന്നുള്ള രീതിയിലാണ് ഒരു പ്രോഗ്രാം നമ്മൾ എഴുതുന്നത്. ഓക്കെ, ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാം. അത് അറിഞ്ഞെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഞാൻ പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ കോൺട്രാക്റ്റിൽ ഒരു മുദ്ര പേപ്പറിൽ മലയാളത്തിൽ നമ്മൾ എഴുതുന്ന പോലെ അവരുടേതായിട്ടുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഉണ്ട്. ആ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലൂടെ എഴുതി വെക്കുകയാണ്. ഇഫ് സംവൺ സെൻഡ്സ് $1 to this contract and another person sends 70 rupees to this contract, send this $1 to the person who sent 70 rupees to this contract and send this 70 rupees to the person who sent $1 to the contract. അങ്ങനെയാണ് ഈ കോൺട്രാക്ട് എഴുതി വെക്കുക. ഞാൻ അതിൽ ഉൾക്കൊണ്ട കണ്ടന്റ് എന്താണെന്ന് മനസ്സിലായോ എല്ലാവർക്കും? മലയാളത്തിൽ പറഞ്ഞു ഒന്നുകൂടെ. മനസ്സിലായില്ല? ഒന്നൊരു മലയാളത്തിൽ വേണമെങ്കിൽ ഒന്നൊരു പറഞ്ഞുതരാം. ഈ ഒരു കോൺട്രാക്റ്റിലോട്ട് ഒരു വ്യക്തി $1 വേറെ ഏതെങ്കിലും ഒരു വ്യക്തി, അത് ആരായിരിക്കും മതി, വേറെ ആരെങ്കിലും ഒരാൾ 70 രൂപയും ഈ അഡ്രസ്സിലോട്ട് സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ $1, അതായത് ഈ 2 ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ആണ്. അതായത് $1 ഇതിലോട്ട് എത്തണം, ഒരു 70 rupees ഇതിലോട്ട് എത്തണം. ഓക്കെ, മനസ്സിലായോ? ഇത് രണ്ടും വന്നു കഴിഞ്ഞാൽ ഈ 70 rupees സെൻഡ് ചെയ്തവന് ഓട്ടോമാറ്റിക് ആയിട്ട് ഈ $1 സെൻഡ് ചെയ്ത് കൊടുക്കുക. അതായത് പിന്നീട് ഈ $1 സെൻഡ് ചെയ്തവന് ഈ 70 rupees സെൻഡ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെയാണ് ഈ കോൺട്രാക്ട് എഴുതി വെച്ചിരിക്കുക. ഓക്കെ, ക്ലിയർ ആയോ? ഇങ്ങനെ ഒരു കോൺട്രാക്ട് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ, അതായത് ഇത് ബ്ലോക്ക് ചെയിനിലിട്ട ഒരു കോൺട്രാക്ട് ആണ്. അപ്പൊ ഇപ്പൊ നേരത്തെ നമ്മളെ കേസ് എന്തായിരുന്നു, ഒരു അമേരിക്കക്കാരനുണ്ട്, ഞാനും ഉണ്ട്. എനിക്ക് 70 രൂപ എന്റെ കയ്യിലുണ്ട്, $1 അമേരിക്കക്കാരുടെ കയ്യിലുണ്ട്. ഓക്കെ, ഇതായത് നമ്മുടെ ട്രാൻസാക്ഷൻ അല്ലേ? അപ്പൊ ഞാൻ ഇങ്ങനെ ഒരു കോൺട്രാക്ട് അമേരിക്കക്കാരൻ ഈ ബ്ലോക്ക് ചെയിൻ നെറ്റ്വർക്കിൽ എഴുതി വെച്ചു. ഇത് എനിക്ക് കാണാൻ പറ്റും. ഇതാണ് ഇതിന്റെ പ്രത്യേകത. ഒരു കോൺട്രാക്ട്, ഒരു സ്മാർട്ട് കോൺട്രാക്ട് ഏത് വ്യക്തിയും ഒരു പബ്ലിക് ബ്ലോക്ക് ചെയിനിൽ എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ എഴുതിയത് എന്താന്നുള്ളത് എല്ലാവർക്കും, അതായത് പബ്ലിക്കിന് മൊത്തമായിട്ട് വായിക്കാൻ സാധിക്കും. ഓക്കെ, എനിക്കിത് വായിച്ചാൽ ചിലപ്പോൾ മനസ്സിലായിക്കോളുന്നില്ല. കാരണം ഇത് എഴുതി വെച്ചത് ഏത് ലാംഗ്വേജിലാണ്? ഇംഗ്ലീഷിലാണോ മലയാളത്തിലാണോ? ഏതിലാ എഴുതി വെച്ചിട്ടുണ്ടായിരിക്കുക? പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലായിരിക്കും എഴുതി വെച്ചിട്ടുണ്ടായിരിക്കുക. ഓക്കെ, അപ്പൊ ഒരു പ്രോഗ്രാം അറിയുന്ന വ്യക്തിക്ക് ഇത് വായിച്ചെടുത്തൂടെ? ഓക്കെ, അപ്പൊ എനിക്ക് എന്റെ ഭാഗ്യത്തിന് ഞാനൊരു പ്രോഗ്രാമർ ആണെന്ന് വെച്ചോളൂ. അപ്പൊ എനിക്കിത് വായിക്കാൻ പറ്റി. ഓക്കെ, അപ്പൊ ഞാൻ വായിച്ചപ്പോൾ ആ കോൺട്രാക്റ്റിൽ വ്യക്തത ഉണ്ട്. അപ്പോ ഞാന് ഈ ക്യാഷ് അയക്കുന്നതിന് പകരം ഈ കോൺട്രാക്റ്റിലോട്ട് ക്യാഷ് അയക്കണം, അതായത് 70 രൂപ അയക്കണം. ഓക്കെ, ഞാൻ ഈ കോൺട്രാക്റ്റിലോട്ട് 70 രൂപ അയക്കണം. അപ്പോ ഇവിടെ 2 കേസ് ഉണ്ട്. ഞാൻ ഇവിടെ 70 രൂപ അയച്ചു. ഒന്നെങ്കിൽ അമേരിക്കക്കാരൻ $1 ഇതിലോട്ട് അയക്കണം, അല്ലെങ്കിൽ അയക്കാതിരിക്കണം. ഇതിൽ രണ്ടും സംഭവിക്കണം. ശരിയല്ലേ? ഓക്കെ, ഈ ഓരോരോ കോൺട്രാക്റ്റിനും 2 ടൈം പീരീഡ് ഉണ്ടായിരിക്കും, ഒരു ടൈം ലിമിറ്റ് ഉണ്ടായിരിക്കും. ഓക്കെ, എല്ലാ കോൺട്രാക്റ്റിനും ഒരു ടൈം ലിമിറ്റ് ഉണ്ടായിരിക്കും. അത് അങ്ങനെ നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാം. അതായത് ഇത്ര സമയം കൊണ്ട് 2 വ്യക്തിയുടെയും ക്യാഷ് വന്നില്ലെങ്കിൽ ഈ 70 രൂപയോ $1 അയച്ചവന് തിരിച്ച് ആ ഫണ്ട് തിരികെ നൽകേണ്ടതാണ് എന്നും കൂടെ ഈ കോൺട്രാക്റ്റിൽ ഉണ്ടായിരിക്കും. ഒരു ടൈം ലിമിറ്റ് ആയില്ലേ? മനസ്സിലായോ? ക്ലിയർ അല്ലേ? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ട്? ഇതിൽ പുതിയതായിട്ട് വന്ന ഒരുപാട് പേരുണ്ടെന്ന് തോന്നുന്നു. അതൊന്ന് പുതിയ ആൾക്കാരുണ്ട്, പുതിയതായിട്ട് ഒരുപാട് പേരുണ്ടല്ലേ? അപ്പോ ബാക്കിയുള്ളവർക്ക് ഡൗട്ട് ഉണ്ടെന്ന് എനിക്ക് അപ്പൊ തന്നെ ചോദിക്കട്ടെ, ഇഷ്യൂ ഒന്നുമില്ല. അപ്പൊ ഇതിൽ ഓൾറെഡി ഒരുപാട് പേര് വരുന്നവരാണ്, അവർക്കാണ് മനസ്സിലാവുന്ന തോന്നുന്നു. പക്ഷെ മറ്റുള്ളവർക്ക് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കാട്ടോ. നിങ്ങൾക്ക് ഒന്നും അറിയില്ല വെച്ചിട്ട് മിണ്ടാതിരിക്കണ്ട, എന്തുണ്ടെങ്കിലും ചോദിക്കാം. അപ്പോ ഇതാണ് എന്റെ കൺസിഡറിങ്. അപ്പൊ ഞാൻ ഇതിലോട്ട് 70 രൂപ അയച്ചു. അപ്പൊ 2 കേസാണ് ഉണ്ടായത്. ഒന്നെങ്കിൽ അമേരിക്കക്കാരൻ എനിക്ക് അതിലോട്ട് ഫണ്ട് $1 അയക്കും, അല്ലെങ്കിൽ അയക്കാതിരിക്കാം. അയക്കാതിരുന്നാൽ എന്താ സംഭവിക്കുക നമുക്ക് ആദ്യം നോക്കാം. ഓക്കെ, അയക്കാതിരുന്നു, ഇവിടെ ടൈം ലിമിറ്റ് തീർന്നു. അപ്പൊ എന്താ സംഭവിക്കാന്ന് പറയുമോ? ഈ കോൺട്രാക്ട് ഓട്ടോമാറ്റിക്കലി ഞാൻ അയച്ച ഫണ്ട് എനിക്ക് തിരികെ നൽകും, എന്റെ അക്കൗണ്ടിലോട്ട് തിരികെ അയക്കും. ഓട്ടോമാറ്റിക് ആണ്. ഇതൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്, അത് നമ്മൾ മനസ്സിലാക്കണം. ഇത് ഒരു വ്യക്തിയല്ല, ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. ഓക്കെ, ക്ലിയർ അല്ല എല്ലാവർക്കും? ഓക്കെ, ഇതൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആയതുകൊണ്ട്
ഈ പറഞ്ഞ ടൈം ലിമിറ്റ്, അതായത് 10 മിനിറ്റ് എന്നൊരു സമയം കൊടുത്തിട്ടുണ്ടെന്ന് വിചാരിച്ചോളൂ. 10 മിനിറ്റിനുള്ളിൽ രണ്ടും അയച്ചില്ലെങ്കിൽ ആരെങ്കിലും അയച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് തിരികെ അവരുടെ ഫണ്ട് നൽകേണ്ടതാണെന്നുള്ള ഒരു കോൺട്രാക്റ്റും കൂടി ഈ മുദ്രപത്രം പോലത്തെ സ്മാർട്ട് കോൺട്രാക്റ്റിൽ എഴുതിയിരിക്കും. അപ്പോ ഇയാൾ അയച്ചിട്ടില്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ എനിക്ക് എന്റെ ഫണ്ട് തിരികെ കിട്ടും. ഓക്കെ, ഇവിടെ എനിക്ക് റിസ്ക് വന്നോ? ഞാൻ നേരിട്ടാണ് ഇയാൾക്ക് ഈ 70 രൂപ അയച്ചു കൊടുത്തിരുന്നെങ്കിൽ എന്താ സംഭവിച്ചിട്ടുണ്ടായിരിക്കുക? ഇയാൾ എനിക്ക് പിന്നെ ഈ 70 രൂപ തിരിച്ചു തരുമോ? ചാൻസ് ഇല്ല. അതാ പറഞ്ഞത്, നമുക്ക് ആരാണെന്ന് പോലും അറിയില്ല. അതാണ് ഇതിന്റെ പ്രത്യേകത, ഇത് ആരാണെന്ന് പോലും നമുക്ക് അറിയില്ല. ഓക്കെ, അപ്പോ ഇങ്ങനെ ആയ സ്ഥിതിക്ക് എനിക്ക് ഈ ഫണ്ട്, ഞാൻ പറഞ്ഞത്, ഞാൻ ഇയാളെ അല്ല വിശ്വസിച്ചത്, ഞാൻ ഈ കോൺട്രാക്റ്റിൽ എഴുതിയിരിക്കുന്നത് എന്താണോ അതാണ് ഞാൻ വിശ്വസിച്ചിട്ടുള്ളത്. ഓക്കെ, ഞാൻ ഇയാളല്ല വിശ്വസിച്ചത്. ഇയാൾ തരോ തരില്ല എന്നല്ല എന്റെ ഇഷ്യൂ. ഞാൻ വിശ്വസിച്ചത് ഈ കോൺട്രാക്റ്റിനാണ്. ഈ പത്രത്തിൽ എഴുതിയിട്ടുള്ള കോൺട്രാക്ട് എന്താണോ അത് വായിച്ചിട്ടാണ് ഞാൻ ഇതിലോട്ട് ഫണ്ട് അയച്ചിട്ടുള്ളത്. ഓക്കെ, ശരിയല്ലേ? ഓക്കെ, അപ്പോ എനിക്കവിടെ റിസ്ക് ഇല്ല. ഇനിയിപ്പോ ഞാൻ ഇതിലേക്ക് 70 രൂപ അയച്ചു. അപ്പൊ തന്നെ അമേരിക്കക്കാരൻ ഇത് കണ്ട് അവൻ 70 രൂപ അയച്ചിട്ടുണ്ട്. ഓക്കെ, ഞാനും $1 അയക്കട്ടെ എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ആ $1 ഇതിലോട്ട് എത്തിയ സ്പോട്ടിൽ തന്നെ എന്താ സംഭവിക്കുന്ന വെച്ചാൽ, ഈ അമേരിക്കക്കാരന് നേരിട്ട് ഈ കോൺട്രാക്ട് ഓട്ടോമാറ്റിക്കലി 70 രൂപയും അയച്ചു കൊടുക്കും. എനിക്ക് ഈ $1 ഓട്ടോമാറ്റിക്കലി അയച്ചു തരും. അതായത് ആരാണോ 70 രൂപ സെൻഡ് ചെയ്ത് കൊടുത്തത് അയാൾക്ക് 1 രൂപയും അയച്ചു കൊടുക്കും. ആരാണോ $1 സെൻഡ് ചെയ്ത് കൊടുത്തത് അയാൾക്ക് 70 രൂപയും അയച്ചു കൊടുക്കും. ഇതാണ് സ്മാർട്ട് കോൺട്രാക്ടിന്റെ ഏറ്റവും വലിയൊരു ഉപയോഗം. ഇത് വേറെ എന്തെങ്കിലും രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുമായിരുന്നു? ഒരു റിസ്ക്കും ഇല്ലാതെ വേറെ എന്തെങ്കിലും അതിലൂടെ ചെയ്യാൻ പറ്റുമോ? കാരണം അമേരിക്കക്കാരൻ ആരാണെന്ന് പോലും നമുക്ക് അറിയില്ല. ഇതൊരു കോൺട്രാക്ട്, ഒരു സാധാ കോൺട്രാക്ട് വഴി ചെയ്യാൻ പറ്റുമോ? കാരണം ആരാണെന്ന് അറിയാതെ നമുക്ക് ഒരു സാധാ കോൺട്രാക്റ്റിൽ ഇങ്ങനെ തമ്മിൽ ഒരു കോൺട്രാക്ട് എഴുതി വെക്കാൻ പറ്റുമോ? ഒരു സാധാ കോൺട്രാക്ട് ഇല്ല. അപ്പോ സ്മാർട്ട് കോൺട്രാക്ടിന്റെ ഉപയോഗം എത്രത്തോളം വലുതാണെന്ന് മനസ്സിലായി. ഇത് ഒരു എക്സാമ്പിൾ മാത്രമാണ്. കാരണം പറഞ്ഞല്ലോ, ഈ മുദ്ര പേപ്പർ പോലത്തെ ഈ സ്മാർട്ട് കോൺട്രാക്റ്റിൽ എന്ത് തരത്തിലുള്ള പ്രോഗ്രാമിംഗ് വേണമെങ്കിലും എഴുതി വെക്കാം. ഓക്കെ, ഇതിന്റെ ഏറ്റവും വലിയൊരു യൂസ് കേസ് എന്നല്ല, ഇതിന്റെ ബേസിലാണ് സാധാരണ ഈ ക്രിപ്റ്റോ കറൻസീസ് നിലനിൽക്കുന്നത്. ഇതാണ് സ്മാർട്ട് കോൺട്രാക്ടിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു ഉപയോഗം. മെയിൻ ആയിട്ട് ക്രിപ്റ്റോ കറൻസി ഡീസെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ച് വർക്ക് ആവുന്നത് ഈ ഒരു മെയിൻ ഫാക്ടർ വെച്ചിട്ടാണ്. ഇപ്പൊ എന്താണ് സ്മാർട്ട് കോൺട്രാക്ട്സ് എന്നുള്ള ഐഡിയ കിട്ടിയ എല്ലാവർക്കും? ഇതെന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇതാണ് ഇതിന്റെ മെയിൻ. ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പുതുതായിട്ട് വന്നവർക്ക് ചോദിക്കാൻ വേണ്ടി ചോദിക്കട്ടെ. എല്ലാവരും ഇതിൽ ചോദിക്കുന്നതാണ്. എന്ത് ബിഗിനർ ക്വസ്റ്റൻ ആണെങ്കിലും എന്ത് അഡ്വാൻസ്ഡ് ക്വസ്റ്റൻ ആണെങ്കിലും ചോദിക്കാവുന്നതാണ്. അപ്പോൾ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കട്ടോ. ബാക്കിയുള്ളവർക്ക് ഇതിൽ ഒരുപാട് പേര് എന്നും വരുന്നവരാണ്. പുതിയതായിട്ട് ആരെങ്കിലും വന്നവരുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കട്ടോ. ഓക്കെ, എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ ഇതില്? ആർക്കെങ്കിലും മനസ്സിലാകത്തിട്ടുണ്ടോ? എല്ലാവരും ക്ലിയർ അല്ല? മനസ്സിലാവുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇതില് എനിക്ക് തോന്നുന്നത് ഒരുപാട് പേര് പുതുതായിട്ട് വന്നു. നമ്മളൊന്ന് പരിചയപ്പെട്ടല്ലോ പുതുതായിട്ട് വന്നവരൊന്ന്. അബ്ദുൾ മുക്കാലും മലപ്പുറത്തുള്ള ആളാണ്. അതെ, വലിയ കുഴപ്പമുണ്ടാവില്ല. അപ്പോ ഷക്കുബത്ത് എല്ലാ ക്രിപ്റ്റോസും സെയിം രീതിയിലാണോ വർക്ക് ചെയ്യുന്നത്? അല്ല, എല്ലാ ക്രിപ്റ്റോസും സെയിം രീതിയിലല്ല വർക്ക് ചെയ്യുന്നത്. അത് നമ്മള് സെക്ഷൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതായത് 2 തരത്തിലാണ് കോയിൻസ് ഉള്ളത്. ഒന്ന് കോയിൻസ് എന്ന് പറയും, ഒന്ന് ടോക്കൺസ് എന്ന് പറയും. 2 തരത്തിലുണ്ട്. ERC20 ടോക്കൺസ് പറഞ്ഞൊരു ടോക്കൺസ് ഉണ്ട്. അത് നമ്മുടെ എത്തേറിയം നെറ്റ്വർക്കിന്റെ ഉള്ളിൽ പെടുന്ന ടോക്കൺസുകളാണ്. ഈ ടോക്കൺസ് എത്തേറിയം നെറ്റ്വർക്കിന്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു കോൺട്രാക്ട് വെച്ചിട്ട് എഴുതാൻ പറ്റത്തുള്ളൂ. മറ്റു കോയിൻസുകളൊക്കെ ഓരോന്നിനും ഓരോ സ്പെസിഫിക് ആയിട്ടുള്ള നെറ്റ്വർക്കുകൾ ഉണ്ടായിരിക്കും, അതിൻ്റെതായിട്ടുള്ള കോയിൻസുകളായിരിക്കും. എല്ലാ ക്രിപ്റ്റോസും ഒരേ രീതിയിലല്ല വർക്ക് ചെയ്യുന്നത്. അത് കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആണ്. അതായത് ബിറ്റ് കോയിൻ ഒരിക്കലും നമുക്ക് ഈ രീതിയിൽ സ്മാർട്ട് കോൺട്രാക്ട് വഴി സെൻഡ് ചെയ്യാൻ പറ്റില്ല. ജസ്റ്റ് പിയർ ടു പിയർ ട്രാൻസാക്ഷനെ പറ്റില്ല. കാരണം അതിന്റെ മെയിൻ റീസൺ എന്താണെന്ന് വെച്ചാൽ, ഞാനിപ്പോ ഈ സ്മാർട്ട് കോൺട്രാക്ട് എന്താന്ന് പറഞ്ഞത് ക്ലിയർ അല്ലല്ലോ. ഇതാണ് ഇതിൽ ഏറ്റവും മെയിൻ, ഇതാണ് എല്ലാത്തിന്റെയും ബേസിക്. ഡീസെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ചസിന്റെ ഏറ്റവും ബേസിക് ഈ സ്മാർട്ട് കോൺട്രാക്ട് ആണ്. ഇത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കാം. അല്ലെങ്കിൽ ഞാൻ ഈ ചോദിച്ച ചോദ്യത്തിന് ഞാൻ ഉത്തരം, അതായത് ഷക്ബത്ത് ഇവിടെ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം ഞാൻ അടുത്ത സ്ലൈഡിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പോ ഇവിടെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടായിരുന്നില്ല എന്തെങ്കിലും? അപ്പൊ ഞാൻ അടുത്ത ടോപ്പിലോട്ട് പോകാം. അപ്പോ സ്മാർട്ട് കോൺട്രാക്ടിന്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ് മനസ്സിലായില്ല. കാരണം സെക്യൂർ ആണ്. കാരണം എല്ലാവർക്കും അറിയാം, ഒരു ബ്ലോക്ക് ചെയിനിൽ എഴുതപ്പെട്ട ഡാറ്റ ഒരിക്കലും റിമൂവ് ചെയ്യാൻ പറ്റില്ല. അതായത് എഡിറ്റ് ചെയ്യാനോ, അതായത് ഈ കോൺട്രാക്ട് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അതിലൊരു മോഡിഫിക്കേഷൻ ഈ എഴുതിയ ആൾക്ക് പോലും വരുത്താൻ പറ്റില്ല. അതാണ് ബ്ലോക്ക് ചെയിന്റെ ഏറ്റവും വലിയ സെക്യൂരിറ്റി. ഓക്കെ,
അപ്പോ ഞാൻ ഇതിലോട്ട് ഫണ്ട് ട്രാൻസ്ഫർ വിശ്വസ്തയോടെ ചെയ്യാൻ പറ്റും. കാരണം ഞാൻ വിശ്വസിച്ചത് ആ വ്യക്തിയല്ല, മറിച്ച് അത് എഴുതിയ വ്യക്തിയല്ല, മറിച്ച് ആ സ്മാർട്ട് കോൺട്രാക്റ്റിനെയാണ്. അപ്പൊ അത് സെക്യൂർ ആണെന്ന് പറഞ്ഞൂടെ? ഈ സ്മാർട്ട് കോൺട്രാക്ട് സെക്യൂർ ആണെന്ന് പറഞ്ഞൂടെ? പറയാം. ഓക്കെ. ആക്യുറേറ്റ്, അതായത് ആ കോൺട്രാക്റ്റിൽ എഴുതി വെച്ചിട്ടുള്ളത് ആരാണോ ഏത് അക്കൗണ്ടിൽ നിന്നാണോ $70 രൂപ വന്നത് അവൻക്കാണ് തിരിച്ച് $1 അയക്കേണ്ടി എന്നുള്ള അക്യൂറേറ്റ് എഴുതി വെച്ചിട്ടുണ്ട്. അതായത് അപ്പൊ ഞാൻ അതിലോട്ട് ഫണ്ട് ഇട്ട് വേറെ ആർക്കെങ്കിലും പോയിട്ട് $70 സെൻഡ് ചെയ്തു, ഈ $70 സെൻഡ് ചെയ്ത് കൊടുക്കും. ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്, അത് ഓർക്കണം. ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് നമ്മൾ എഴുതി വെച്ചിട്ടുള്ളത് ആരാണോ $1 അയക്കുന്നത് അവന് തിരിച്ച് $70 അയക്കുക എന്നാണ് കോൺട്രാക്ട് എഴുതി വെച്ചിട്ടുള്ളത്. അപ്പോ അഡ്രസ് മാറി അയക്കുന്ന ഒരു ഇഷ്യൂ വരുമോ? ഒന്ന് റിപ്ലൈ കിട്ടോ? ഒന്ന് നമ്മൾ ഫ്രണ്ട്ലി വരില്ല. അപ്പൊ എല്ലാവർക്കും അറിയില്ല, അത് വരില്ല. അപ്പൊ അത് ആക്യുറേറ്റ് ആണെന്ന് പറഞ്ഞൂടെ? ഒരിക്കലും ഈ അക്കൗണ്ട് നമ്പർ ഒന്ന് മാറി ടൈപ്പ് ചെയ്ത് പോകുന്ന ഒരു സംഭവം ഉണ്ടായിരിക്കുന്നില്ല പറഞ്ഞൂടെ? അപ്പോ മൂന്നാമത്തെ അനോണിമസ്. ഈ അനോണിമസ് ഉദ്ദേശിച്ചത് ഈ അമേരിക്കക്കാരൻ ആരാണെന്ന് നമുക്ക് പോയി മനസ്സിലായിട്ടില്ല. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. മനസ്സിലായി നമുക്ക് ആരാണെന്നുള്ളത്? അവന്റെ എന്തെങ്കിലും അഡ്രസ്സോ കാര്യങ്ങളോ നമുക്ക് എന്തെങ്കിലും കിട്ടേണ്ടി വന്നു? എന്തെങ്കിലും ആവശ്യം ഉണ്ടായിരുന്നോ ഈ ട്രാൻസാക്ഷൻ നടക്കാൻ? വേണ്ട. അപ്പൊ അത് അനോണിമസ് ആണെന്ന് പറഞ്ഞൂടെ? ഓക്കെ. അപ്പോ കോസ്റ്റ് എഫക്റ്റീവ്. സപ്പോസ് ഈ രീതി നമ്മളൊരു ബാങ്ക്, അതായത് ഇയാൾ ഇപ്പോ $1 കണക്ക് പറഞ്ഞപ്പോഴാണ് നമ്മൾ ഇങ്ങനെ പോയത്. മറിച്ചൊന്ന് ആലോചിച്ച് നോക്കിയേ, $1000 ഒരു 70,000 രൂപയാണ് നമ്മൾ സെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇത് ഒരു ബാങ്ക് വഴി, അതായത് അപ്പോ ഈ സ്മാർട്ട് കോൺട്രാക്ട് ഒന്നും ഇല്ല, അപ്പൊ ഞാൻ പറയുകയാണെങ്കിൽ നമുക്കൊരു ബാങ്ക് വഴി ട്രാൻസാക്ഷൻ ആയാലോ എന്ന് പറയുകയാണെങ്കിൽ ബാങ്ക് വഴി നമുക്ക് ഇതുപോലെ ചെയ്യാം. പക്ഷെ അവിടെ എന്തായിരിക്കും? ബാങ്കിന് നല്ലൊരു ഫീസ് വരില്ലേ? വരും. അപ്പൊ യൂഷ്വലി ബ്ലോക്ക് ചെയിൻ നെറ്റ്വർക്ക് ട്രാൻസാക്ഷൻ ചെയ്യുന്നത് യൂഷ്വൽ കേസ് ആണ്. ഇപ്പോഴത്തെ കേസ് ആരും ശ്രദ്ധിക്കരുത്, ഇപ്പോഴത്തെ ഗ്യാസ് ഫീസ് അത്രയും ഹൈ ആണ്. അപ്പൊ അതല്ല ഞാൻ പറയുന്നത്, യൂഷ്വലി ഇതിന്റെ മെയിൻ പെർപ്പസ് എന്ന് പറയുന്നത് കോസ്റ്റ് എഫക്റ്റീവ് ആണെന്നുള്ള. ഓക്കെ. പിന്നെ ട്രസ്റ്റ്ലെസ്, നമുക്ക് അത്രയും വിശ്വസിക്കാം. കാരണം നമ്മൾ ആരെയാണ് വിശ്വസിക്കുന്നത്? ഈ അമേരിക്കക്കാരനാണ് വിശ്വസിക്കുന്നത്, ആണോ? അല്ല, നമ്മൾ ആ ബ്ലോക്ക് ചെയിനാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ബ്ലോക്ക് ചെയിൻ എഴുതപ്പെട്ട ആ ഒരു കോൺട്രാക്റ്റിനെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ഓക്കെ, അത് ഓക്കെ. പിന്നെ അതുപോലെ ഫാസ്റ്റ് പെർഫോമൻസ്. ഇത് ചിലപ്പോൾ ഈ ബാങ്കിലൂടെ അത്രയും വലിയൊരു ട്രാൻസാക്ഷൻ സെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരുപാട് ടൈം എടുക്കും, ഒരുപാട് പ്രോസസ്സിങ് കാര്യങ്ങൾ അത് ഇതൊക്കെ ഒരുപാട് ടൈം. ശരിയല്ലേ? ഓക്കെ. അപ്പോ ബ്ലോക്ക് ചെയിന്റെ അവസ്ഥ എന്താണെന്ന് പറഞ്ഞേ, ആരാണ് ഏത് സമയത്താണോ $1 കൂടെ $70 ഇട്ടു, അതിന് കൂടെ $1 എപ്പോ വന്നോ ആ സ്പോട്ടിൽ $70 ആ $1 ഇട്ടവനും പോകും, $1 $70 ഇട്ടവനും പോകും. സോറി, $1 $70 ഇട്ടവനും പോകും. ശരിയല്ലേ? അപ്പൊ ഫാസ്റ്റ് പെർഫോമൻസ് ആണ്. ശരിയല്ലേ? ഓക്കെ. ഇനിയിപ്പോ ഈ പറഞ്ഞ കേസ് നമ്മൾ ബാങ്കിലൂടെ ചെയ്യുകയാണെങ്കിൽ ശനിയാഴ്ച ഞായറാഴ്ച നമുക്ക് ഇത് ചെയ്യാൻ പറ്റുമോ? പറ്റോ? എങ്ങനെ ചെയ്യാൻ പറ്റുമോ? ഞായറാഴ്ച ബാങ്ക് അവധിയാണ്. ഞായറാഴ്ച ബാങ്ക് അവധിയാണ്. ഓക്കെ. അപ്പോ അതാണ് പറഞ്ഞത്, സ്മാർട്ട് കോൺട്രാക്ട് 24 hours ആണ്. അതായത് ഒരു അവധിയും ഇതിനുണ്ടായിരിക്കില്ല. കാരണം ഇത് ബ്ലോക്ക് ചെയിൻ്റെ ഉള്ളിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഇന്ററപ്ഷൻ ഫ്രീ ആണ്. അതായത് ഒരു ഇഷ്യൂസ് ഇതിന്റെ ഇടയിൽ കയറിയിട്ട് ഒരു ഇഷ്യൂസ് വരാനില്ല. ഓക്കെ, ശരിയല്ലേ? മാനിപ്പുലേഷൻ ഒരിക്കലും നടക്കൂല എന്നാണ് പറയുന്നത്. മാനിപ്പുലേഷൻ ഈ സ്മാർട്ട് കോൺട്രാക്ടിന്റെ കീഴിൽ നടക്കില്ല. സ്മാർട്ട് കോൺട്രാക്ടിന്റെ കീഴിൽ മാനിപ്പുലേഷൻ നടക്കുക, അതാണ് മെയിൻ പർപ്പസ്. പിന്നെ ഇഷ്യൂസ് വരുന്നത് ആ ബ്ലോക്ക് ചെയിൻ തന്നെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടായിരിക്കുന്നതാണ്. യൂഷ്വലി നമ്മൾ എത്രയും വിശ്വസിക്കുന്ന ഒരു ബ്ലോക്ക് ചെയിൻ ആണ് എത്തേറിയം നെറ്റ്വർക്ക്. കാരണം അത് നമുക്ക് വിശ്വാസം ആണെന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എത്തേറിയം വന്നിട്ട് ഒരുപാട് കാലങ്ങളായി. ഏകദേശം 2013 തോന്നുന്നു എത്തേറിയം സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ അന്ന് തൊട്ട് ഇന്ന് വരെ വന്നിട്ടും അതിന് ഒരു ബ്ലോക്ക് ചെയിൻ ഹാക്ക് ചെയ്യാൻ ആർക്കാണ് ബ്ലോക്ക് ചെയിൻ അല്ല എത്തേറിയം നെറ്റ്വർക്ക് ബിറ്റ്കോയിൻ ഒന്നും ആർക്കും ഹാക്ക് ചെയ്യാൻ, അത് സ്മാർട്ട് കോൺട്രാക്ട് ഹാക്ക് ചെയ്യാനൊന്നും പറ്റില്ല. അതായത് ഇത് ഹാക്ക് ചെയ്യാൻ പെടുന്നുണ്ട്. ഇത് ഒരുപാട് ഹാക്കിംഗ് ന്യൂസ് നമ്മൾ കേട്ടിട്ടുണ്ടാവും. അത് ഈ സ്മാർട്ട് കോൺട്രാക്ടിന്റെ ഇഷ്യൂസ് അല്ല. നമ്മളിപ്പോ ഒന്ന് ആലോചിച്ചൊക്കെയാ, ഒരു കോൺട്രാക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോ ഞാൻ പറഞ്ഞു, ഇത് ഒരുപാട് വേർഡ്സ് ആക്കിയിട്ട് പറഞ്ഞത്, ഇന്ന ആൾക്ക് ഇങ്ങനെ പൈസ വന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ തിരിച്ചു നൽകണം എന്നൊക്കെ ഒരുപാട് വേർഡ്സ് നമ്മൾ എഴുതി വെക്കും. ഒന്ന് ആലോചിച്ചൊക്കെയാ, ആ കോൺട്രാക്റ്റില്
10 മിനിറ്റിനുള്ളിൽ വരാൻ വൈകില്ലെങ്കിൽ എന്റെ ഫണ്ട് തിരിച്ചു വരണം എന്ന് നമ്മൾ എഴുതി വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഈ ഫണ്ട് അയച്ചിട്ടുണ്ടെങ്കിൽ ആ ഫണ്ട് പിന്നെ തിരിച്ചു കിട്ടുമോ? ഇല്ല. അതാണ് ഇഷ്യൂ. അപ്പൊ നമ്മളത് വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ട്, അതായത് ഇതിന്റെ ഹാക്ക് ചെയ്യാൻ, ഇതിന്റെ ഹാക്ക് പെടുന്ന രീതി പറഞ്ഞത് ഇങ്ങനെയാണ്. അതായത് സ്മാർട്ട് കോൺട്രാക്റ്റിന്റെ ഉള്ളിൽ എഴുതി വെച്ച കോൺട്രാക്റ്റിൽ എന്തെങ്കിലും ലൂപ്പ് ഹോൾസ് കണ്ടെത്തിയിട്ട് അതിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ നോക്കും. അല്ലാതെ സ്മാർട്ട് കോൺട്രാക്ട് എഴുതിയത് ഹാക്ക് ചെയ്യുന്നതല്ല. ഓക്കെ. പിന്നെ പ്ലാറ്റ്ഫോം നോക്കണം അല്ലെ നമ്മൾ മെയിൻ ആയിട്ട് പ്ലാറ്റ്ഫോം നോക്കണം. ഇപ്പൊ വിശ്വസിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് എത്തേറിയം നെറ്റ്വർക്ക് തന്നെയാണ് സ്മാർട്ട് കോൺട്രാക്ട്. ഓക്കെ. അപ്പോ അടുത്ത സ്ലൈഡ്. അപ്പൊ നമ്മൾ പറഞ്ഞാണ് ഹൗ ഡസ് എത്തേറിയം ഡിഫേഴ്സ്, എങ്ങനെയാണ് എത്തേറിയം ഡിഫറെന്റ് ആവുന്നത്. അതായത് നമ്മൾ പറഞ്ഞു ബിറ്റ് കോയിനും എത്തേറിയം ഒന്ന് തന്നെ ആണെന്ന് എല്ലാവർക്കും ഡൗട്ട് ഉണ്ടാവും. രണ്ടും ബിറ്റ് കോയിനും എത്തേറിയം ഒരുപോലെ ആണെന്ന് എല്ലാവർക്കും അറിയില്ല. രണ്ടും പുതിയതായിട്ട് വന്നവർക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ബിറ്റ് കോയിനും നെറ്റ്വർക്ക് തമ്മിൽ എന്താ വ്യത്യാസം തോന്നിയിട്ടുണ്ടോ എപ്പോഴെങ്കിലൊക്കെ? എല്ലാം ക്രിപ്റ്റോ കറൻസി തന്നെ എല്ലാം എന്താണ് തമ്മിലൊക്കെ വ്യത്യാസം തോന്നിയിട്ടുണ്ടോ? ഓക്കെ. ഓക്കെ. അപ്പോ ഏറ്റവും മെയിൻ ഡിഫറൻസ് ഇതാണ്. അതായത് ബിറ്റ് കോയിനിൽ ഇങ്ങനെ ഒരു സ്മാർട്ട് കോൺട്രാക്ട് എഴുതി വെക്കാൻ പറ്റില്ല. ഓക്കെ. ബിറ്റ് കോയിൻ പിയർ ടു പിയർ ട്രാൻസാക്ഷൻ മാത്രമേ പറ്റത്തുള്ളൂ. ഇതുപോലെ ഒരു സ്മാർട്ട് കോൺട്രാക്ട് നമ്മുടെ ഭാഷയിൽ എഴുതി വെക്കാൻ ബിറ്റ് കോയിനിൽ പറ്റത്തില്ല. അതിനൊരു സ്മാർട്ട് കോൺട്രാക്ട് പ്ലാറ്റ്ഫോം വേണം. ഓക്കെ. സ്മാർട്ട് കോൺട്രാക്ട് പ്ലാറ്റ്ഫോം, ആ ഒരു പ്ലാറ്റ്ഫോമാണ് എത്തേറിയം നെറ്റ്വർക്ക്. ഓക്കെ. ഇതാണ് ബിറ്റ് കോയിനും എത്തേറിയം തമ്മിലുള്ള ഏറ്റവും വലിയ ഡിഫറൻസ്. ബിറ്റ് കോയിനിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ബിറ്റ് കോയിൻ സെൻഡ് ചെയ്ത് കൊടുക്കാനേ പറ്റത്തുള്ളൂ. പക്ഷെ എത്തേറിയത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എത്തേറിയം സെൻഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇതുപോലത്തെ സ്മാർട്ട് കോൺട്രാക്ട്സ് എഴുതി വെക്കാനും പറ്റും. ഓക്കെ. ഇതാണ് ബിറ്റ് കോയിനും എത്തേറിയം തമ്മിലുള്ള മേജർ ഡിഫറൻസ്. ഓക്കെ. ഇത് ക്ലിയർ ആയോ എല്ലാവർക്കും?